ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പുതുപ്പള്ളി കേരള രാഷ്ട്രീയത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ള ഒരു മണ്ഡലമാണ്. 5 പതിറ്റാണ്ട് കാലം ഒരേ നേതാവ് പ്രതിനിധീകരിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ്. പക്ഷെ ഞാൻ ഈ മണ്ഡലത്തിൻ്റെ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ 5 പതിറ്റാണ്ട് കാലം മുഖ്യമന്ത്രിയായും പ്രതിപക്ഷ നേതാവായും എല്ലാം പ്രവർത്തിച്ച ഒരാളുടെ മണ്ഡലമാണോ ഈ മണ്ഡലം എന്ന് തോന്നുന്ന ഒന്നും തന്നെ ഇവിടെ എവിടെയും കാണാനില്ല. ഒരു വികസനവും സത്യത്തിൽ ഇവിടെ ഒന്നും നടന്നിട്ടില്ല. ഒരു ജില്ലാ കളക്ടർ വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ബജറ്റിൽ അനുവദിക്കുന്ന ചില പദ്ധതികൾ, MLA ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ, അതിനപ്പുറത്ത് ഒരു പ്രസ്റ്റീജിയസ് മണ്ഡലം എന്നുള്ള നിലയിൽ എന്തെങ്കിലും ഈ മണ്ഡലത്തിലുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അദ്ദേഹത്തിന്റെ സാധ്യതകൾ വലുതായിരുന്നു. ലോകത്ത് എവിടെ നിന്നും പണം സമാഹരിക്കാൻ വിവിധ ഏജൻസികൾ വഴി ഇവിടെ വികസനം എത്തിക്കാൻ കഴിയുന്ന ഒരാളാണ് ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത്. നോക്കൂ, നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം നമ്മുടെ ഒരു സിനിമാ നടി മാത്രമായിരുന്ന തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി ജയലളിത എന്ത് വലിയ മാറ്റമാണ് തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയത്. ആന്ധ്രയിൽ NT രാമറാവു സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിൽ വന്നതാണ്. YS രാജശേഖർ റെഡ്ഡി, SM കൃഷ്ണ, യെദിയൂരപ്പ, കരുണാനിധി അടക്കം നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെല്ലാം അവരുടെ നാടിനെ എങ്ങനെയാണ് വികസിപ്പിച്ചത്. ഇവിടെ വലിയ നേതാക്കന്മാരാണ് മുഖ്യമന്ത്രിമാർ. കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി, CPMന്റെ പോളിറ്റ് ബ്യൂറോ, അതൊക്കെയാണ് ഇവിടുത്തെ നോട്ടം. ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചു എന്ന് അവകാശപ്പെടുന്ന ഒരു മുഖ്യമന്ത്രിയും കേരളത്തിലില്ല. ഒരു വികസനം സാധ്യമായി, തങ്ങളുടെ ഭരണം കൊണ്ടൊരു വികസനം നാട്ടിൽ സാധ്യമായി, ചെറുപ്പക്കാർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടായി, വ്യവസായങ്ങൾ വളർന്നു, പുരോഗതി ഉണ്ടായി എന്ന് അവകാശപ്പെടുന്ന ഏത് മണ്ഡലം കേരളത്തിലുണ്ട്? പിണറായി വിജയന്റെ ധർമ്മടത്ത് പോയാലും, ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയിൽ ചെന്നാലും, ചെന്നിത്തലയുടെ ഹരിപ്പാട് ചെന്നാലും കാര്യമായ ഒരു വികസനവും നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല. പിന്നെ ഈ വർഗീയ രാഷ്ട്രീയം ജനങ്ങളെ ഭിന്നിപ്പിച്ച് വോട്ട് ബാങ്കുകളാക്കി നിലനിർത്തി തുടർച്ചയായിട്ട് ജയിക്കാൻ കഴിയുന്നു എന്നുള്ളത് സൗകര്യം അവർ ഉപയോഗപ്പെടുത്തുന്നു എന്നതൊഴിച്ചാൽ നമുക്ക് എന്താ നേട്ടം? കേരള രാഷ്ട്രീയത്തിന്റെ ഒരു ദുസ്ഥിതിയാണ്. ആര് വന്നാലും കേരളത്തിൽ ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി നേമത്ത് മത്സരിക്കുന്നൊക്കെ ഒരു പ്രചരണം ഉണ്ടായിരുന്നു. രാജഗോപാൽജി അവിടെ നല്ല ഒന്നാന്തരം വികസനം നേമത്ത് കേരളത്തിൽ നിന്ന് ഒരു പൈസയും കിട്ടിയിട്ടല്ല, കേന്ദ്ര സർക്കാരിന്റെയും മറ്റ് വിവിധ ഏജൻസികളുടെയും സഹായത്തോടെ നിരവധി വികസന പ്രവർത്തനങ്ങൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങേക്ക് ധൈര്യമായിട്ട് വരാം, ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു മത്സരം നടക്കട്ടെ. ഉമ്മൻചാണ്ടിയെ ഞാൻ നേമത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പക്ഷെ ഇതുപോലെ നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് പിണറായി വിജയന് പകരം വയ്ക്കാനാണ് വീണ്ടും രമേശ് ചെന്നിത്തലയെ മാറ്റി ശ്രീ ഉമ്മൻചാണ്ടിയെ കൊണ്ടുവന്നിരിക്കുന്നത്. എന്താ വ്യത്യാസം? കൃത്യം കഴിഞ്ഞ 5 കൊല്ലം മുമ്പ് നടന്ന കാര്യങ്ങളെല്ലാം നമ്മൾ വെറുതെ മനസ്സിലൊന്ന് ഓടിച്ചു നോക്കിയാൽ മതി. എന്താണ് പിണറായി വിജയനും ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള വ്യത്യാസം? അന്ന് നടന്നതെല്ലാം കുറച്ചുകൂടി ശക്തമായി ഇന്ന് നടക്കുന്നു എന്നൊഴിച്ചാൽ കാതലായ ഒരു മാറ്റവുമില്ല. അഴിമതിയുടെ അപ്പോസ്തലന്മാരായിട്ടുള്ള കോൺഗ്രസിന്റെയും LDFന്റെയും മാറി മാറിയുള്ള ഈ ഭരണം സൗകര്യമാണ്. അടുത്ത 5 കൊല്ലം കാത്തിരിക്കാം, പിന്നെ അതിന്റെ അടുത്ത കൊല്ലം ഭരിക്കാം. 5 കൊല്ലം ഞാൻ ഭരിക്കുക, നിങ്ങളിഷ്ടം പോലെ, ഞങ്ങളിഷ്ടം പോലെ കക്കും. അടുത്ത 5 കൊല്ലം നീ ഭരിച്ചോ, നീയും കേട്ടോ, ഞാൻ മിണ്ടില്ല. അതിനടുത്ത 5 കൊല്ലം എനിക്ക് വീണ്ടും അവസരം കിട്ടും. അതിനിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ നമുക്ക് പറഞ്ഞു തീർക്കാം, ഒത്തുതീർപ്പാക്കാം. ഇതാണ് കേരള രാഷ്ട്രീയം പരീക്ഷിക്കുന്നത്.
ഇങ്ങനെ പരീക്ഷിക്കുന്നത് കൊണ്ടാണ് നാം വികസനത്തിന്റെ പുറംപോക്കിലേക്ക് തള്ളപ്പെട്ടത്. ചെറുപ്പക്കാർക്ക് തൊഴിലില്ല. പിണറായി വിജയനും ഉത്തരവാദിയാണ്, ഉമ്മൻചാണ്ടിയും തുല്യ ഉത്തരവാദിയാണ്. ബാക്ക്ഡോർ നിയമനങ്ങൾ പിണറായി വിജയനും നടത്തി, ഉമ്മൻചാണ്ടിയും നടത്തി. തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ റാങ്ക് ലിസ്റ്റുകൾ പിണറായി വിജയൻ റദ്ദാക്കി, ഉമ്മൻചാണ്ടിയും റദ്ദാക്കിയിരുന്നു. അഴിമതി പിണറായി വിജയൻ ഗവൺമെന്റിന്റെ മുഖമുദ്രയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും കൊടിയ അഴിമതിയായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അധോലോക സംഘങ്ങൾ ദുരുപയോഗം ചെയ്തു പിണറായി വിജയന്റെ കാലത്ത്. ഉമ്മൻചാണ്ടിയുടെ കാലത്തും അത് തന്നെയായിരുന്നു. ഭരണഘടനാ ബാഹ്യ ശക്തികൾ അധികാരത്തിന്റെ അകത്തളങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും ഭരണ സംവിധാനങ്ങളെയും ദുരുപയോഗപ്പെടുത്തുന്ന കാര്യത്തിൽ ശ്രീമാൻ ഉമ്മൻചാണ്ടിയും പിണറായി വിജയനും തമ്മിൽ എന്തെങ്കിലും ഒരു വ്യത്യാസമുണ്ടോ? ഈ രണ്ടുപേരും, രണ്ട് മുന്നണികളും ഒരേ കള്ള നാണയത്തിന്റെ രണ്ട് വശങ്ങൾ തന്നെയാണ്. ഒന്ന് കതറിട്ട കള്ളത്തരമാണ്, ഒന്ന് കതറിടാത്ത കള്ളത്തരമാണ്. വ്യത്യാസം ഒന്നും തന്നെയില്ല. കതറിനകത്തിരുന്നു കൊണ്ട് കാണിക്കുന്ന വഞ്ചനയാണ് UDF-ന്റെങ്കിൽ കതറിടാതെ കാണിക്കുന്ന LDF-ന്റേതാണ്. വഞ്ചകരുടെ ഭരണമാണ് ഇവിടെ ആവർത്തിക്കുന്നത്. വികസനം സാധ്യമാവുന്നില്ല. അഴിമതി സാർവത്രികമായിരിക്കുകയാണ്. വർഗീയ ശക്തികൾ അഴിഞ്ഞാടുകയാണ്. നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി ശബരിമലയിലെ നേതാവായി വീണ്ടും വന്നതിന് ശേഷം ശബരിമലയിൽ നിയമം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഞാൻ പുതുപ്പള്ളിക്കാരോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ശബരിമലയിൽ വിശ്വാസികൾ വേട്ടയാടപ്പെട്ടപ്പോൾ ശ്രീമാൻ ഉമ്മൻചാണ്ടി എവിടെയായിരുന്നു? നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഇവിടുത്തെ അമ്മമാർ നെഞ്ചത്തടിച്ച് നിലവിളിക്കുമ്പോൾ, ഇവിടെ വിശ്വാസികൾക്ക് വേണ്ടി വലിയ പോരാട്ടം നടക്കുമ്പോൾ, 10,000-കണക്കിന് ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ, ജയിലിൽ അടയ്ക്കുമ്പോൾ ശ്രീമാൻ ഉമ്മൻചാണ്ടി എവിടെയായിരുന്നു? ഒരക്ഷരം അദ്ദേഹം ശബ്ദിച്ചിരുന്നോ? ഉമ്മൻചാണ്ടിയുടെ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നിലപാട് എന്തായിരുന്നു? ഉമ്മൻചാണ്ടിയുടെ നിലപാട് എന്തായിരുന്നു? കുറ്റകരമായ മൗനമാണ് ശബരിമല കാര്യത്തിൽ ഉമ്മൻചാണ്ടി സ്വീകരിച്ചത്. ഇപ്പോൾ BJP-യിലുള്ള രാമൻ നായർ കോൺഗ്രസിന്റെ നേതാവായിരുന്നു. പത്തനംതിട്ടയിൽ ഒരു സമരത്തിന് പോയതിനാണ് രാമൻ നായരെ ഉമ്മൻചാണ്ടി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത്. ശബരിമലയ്ക്ക് വേണ്ടി ഒരു സമരത്തിൽ പങ്കെടുക്കാൻ പോയതിന്റെ പേരിലാണ് രാമൻ നായരെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത്. അന്ന് പറഞ്ഞത് നിങ്ങൾ കലാപകാരികളാണ്. ശബരിമലയെ സംരക്ഷിക്കാൻ നടന്ന പോരാട്ടത്തെ ഉമ്മൻചാണ്ടി വിശേഷിപ്പിച്ചത് കലാപകാരികളുടെ സമരമെന്നാണ്. ഇപ്പൊ പറയാണ്, ഞങ്ങൾ നിങ്ങളുടെ ഒരു സഹായവും ദയവായിട്ട് ശബരിമലയ്ക്ക് വേണ്ട. ശബരിമലയെ സംരക്ഷിക്കാൻ ജീവൻ കൊടുത്തും പോരാടാൻ 10,000 ജനലക്ഷങ്ങൾ ഇവിടെ തയ്യാറാണ്. ഞങ്ങളൊക്കെ ഞങ്ങളുടെയൊക്കെ തല മണ്ണിൽ കുത്തിയാല് ശബരിമലയിൽ ഇവിടെ അവിശ്വാസികളെയും ആചാര ലംഘകരെയും നിങ്ങൾക്ക് കയറ്റാൻ കഴിയൂ. അതിനൊക്കെയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. പക്ഷെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നിങ്ങൾ നോക്കൂ, കേരളത്തിൽ ഭീകരവാദം വളരുകയാണ്. മുസ്ലിം ഭീകരവാദം, തീവ്രവാദം ശക്തമായി വളരുകയാണ്. മുസ്ലിം തീവ്രവാദം, പോപ്പുലർ ഫ്രണ്ടും മറ്റ് ശക്തികളും ക്രിസ്ത്യൻ പെൺകുട്ടികളെയും ഹിന്ദു പെൺകുട്ടികളെയും പ്രണയം നടിച്ച് വിവാഹം നടത്തി സിറിയയിലേക്ക് അയക്കുകയാണ്. ക്രിസ്ത്യൻ പെൺകുട്ടികളെയും ഹിന്ദു പെൺകുട്ടികളെയും ലക്ഷ്യം വെച്ച് മതം മാറ്റുകയാണ്, സിറിയയിലേക്ക് അയക്കുകയാണ്. എന്താ ഉമ്മൻചാണ്ടിയുടെ നിലപാട്? വലിയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ആളാണല്ലോ കോൺഗ്രസ് എന്നാണല്ലോ പറയുന്നത്. ഈ വിഷയത്തിൽ ഉമ്മൻചാണ്ടിയുടെയും കോൺഗ്രസിന്റെയും നിലപാട് എന്താ? 100 ക്രൈസ്തവ പെൺകുട്ടികളെ മതഭീകരവാദികൾ ലവ് ജിഹാദ് നടത്തി സിറിയയിലേക്ക് അയക്കാൻ നോക്കിയില്ലേ? ലവ് ജിഹാദിന്റെ പേരിൽ ഉമ്മൻചാണ്ടിയുടെ നിലപാട് എന്താ? CPM-ന്റെ അതേ നിലപാടാണ്. ലവ് ജിഹാദ് ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ ക്രൈസ്തവ സഭകളെല്ലാം പറയുന്നു വലിയൊരു ഭീഷണിയാണിത്, ഭീകരവാദം വലിയ ഭീഷണിയാണ്. ഹാഗിയ സോഫിയ പള്ളി ഭീകരവാദികളാണ് തകർത്തത്. അതേ ഭീകരവാദികൾ തന്നെയാണ് ഇതേ ഭീകരവാദികൾ കേരളത്തിൽ
ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട്, ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഹാഗിയ സോഫിയ തകർത്തകർ തന്നെയാണ് കേരളത്തിലും മതഭീകരവാദം നടത്തുന്നത്. എന്താണ് ഉമ്മൻചാണ്ടിയുടെ മകൻ പറഞ്ഞിരിക്കുന്നത്? ഹാഗിയ സോഫിയ തകർത്തത് ഭീകരവാദികളല്ല, ബാറുടമകളാണ്. ഉമ്മൻചാണ്ടിയുടെ മകൻ പറഞ്ഞിരിക്കുന്നു ഹാഗിയ സോഫിയ പള്ളി തകർത്തത് ഭീകരവാദികളല്ല, കള്ളു കച്ചവടക്കാരാണ്. ഇതെന്ത് ന്യായമാണ്? ലോകം മുഴുവനുള്ള ക്രൈസ്തവ ദേവാലയങ്ങൾ തകർക്കുന്നത് മുസ്ലിം ഭീകരവാദികളാണ്. എന്താ നിങ്ങളുടെ നിലപാട്? ഓരോ തെരഞ്ഞെടുപ്പിലും ആളുകളെ കബളിപ്പിക്കാൻ ഇത്തരം വർത്തമാനങ്ങൾ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. യാഥാർത്ഥ്യങ്ങളുമായിട്ട് നിങ്ങൾ പൊരുത്തപ്പെടണം. മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി വർഗീയ ശക്തികളുടെ തടവറയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അത് കേരളത്തിന് ഗുണകരമല്ല, സമാധാനത്തിന് ഗുണകരമല്ല. ശാന്തി നഷ്ടപ്പെടും. സമാധാനവും വികസനവും പരസ്പര പൂരകമാണ്. സമാധാനം ഉള്ളിടത്ത് വികസനം ഉണ്ടാവുള്ളൂ. കാശ്മീരിൽ അതാണ് മോദിയും അമിത്ഷായും ചെയ്തത്. ആദ്യം സമാധാനം ഉണ്ടാക്കി, ഇപ്പോൾ വികസനം അവിടെ എല്ലാവർക്കും ലഭിക്കുന്നു. കേരളം അപകടകരമായ നിലയിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ ഡീലിമിറ്റേഷനിൽ മലപ്പുറത്ത് 16 സീറ്റായി. അടുത്ത 5 കൊല്ലം കഴിയുമ്പോൾ 25 സീറ്റാവും. അതിന്റെ പിന്നിലൊക്കെ ഉള്ള രാഷ്ട്രീയം തിരിച്ചറിയാതെ വർഗീയ ശക്തികളുടെ താളത്തിനൊത്ത് തുള്ളിയാൽ നിങ്ങൾ അടുത്ത തലമുറയോട് ചെയ്യുന്ന ദ്രോഹമാണ് എന്നാണ് BJPക്ക് പറയുന്നത്. ഞാൻ നീട്ടുന്നില്ല. അതുകൊണ്ട് വർഗീയത അവസാനിപ്പിക്കാൻ, ഭീകരവാദം തടയാൻ, സമാധാനം കൊണ്ടുവരാൻ, വികസനം കൊണ്ടുവരാൻ, അഴിമതി ഇല്ലാതാക്കാൻ മോദിജിയുടെ മാതൃകയല്ലാതെ മറ്റൊന്നും ഇനി കേരളത്തിന് ശരിയാവില്ല. അതിനുവേണ്ടിയാണ് ഞങ്ങൾ വിജയയാത്ര വന്നിരിക്കുന്നത്. ഏപ്രിൽ 6-നാണ് തെരഞ്ഞെടുപ്പ്. ഏപ്രിൽ 6-ന്റെ പ്രത്യേകത ഭാരതീയ ജനതാ പാർട്ടിയുടെ ജന്മദിനമാണ്. ഏപ്രിൽ 6 അന്നാണ് തെരഞ്ഞെടുപ്പ്. ജന്മദിനത്തിൽ നമ്മൾ എല്ലാവരും കുളിച്ച് അമ്പലത്തിലോ ചർച്ചിലോ പോയി പ്രാർത്ഥിച്ചു വന്നിട്ടാണ് നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇത് ജനാധിപത്യത്തിന്റെ അമ്പലത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഏപ്രിൽ 6-ന്. അപ്പൊ രാവിലെ തന്നെ പോളിംഗ് ബൂത്തിലേക്ക് പോയി ഈ 2 അധമ ശക്തികളെയും മാറ്റി നിർത്തി ഭാരതീയ ജനതാ പാർട്ടിയെ, ദേശീയ ജനാധിപത്യ സഖ്യത്തെ കേരളത്തിൽ മേൽക്കൈ നേടാൻ ആവശ്യമായ ജനവിധി തന്ന് നിങ്ങൾ അനുഗ്രഹിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ നൽകിയ ഉജ്ജ്വലമായിട്ടുള്ള സ്വീകരണത്തിന് പ്രത്യേകമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഭാരത് മാതാ കി